ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരമൊന്നും ഇല്ലാത്ത ഒരു കൊഴുക്കട്ട. അതിനായിട്ട് ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങ തിരുമിയതും കൂടി ഇട്ട് കൊടുക്കാം. അത് കൈ കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ചേർത്തത്. കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇത് കുഴച്ച് കൊടുക്കുക. ചെറു ചൂടുവെള്ളമാണ്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി അയവിൽ ഇത് കുഴച്ചെടുക്കുക. ഞാനൊന്ന് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഗോതമ്പ് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമായിരിക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട കിട്ടുള്ളൂ. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ പുരട്ടി ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഞാൻ മുഴുവനും ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നല്ല പൊട്ടലൊന്നും ഇല്ലാതെ ഉരുട്ടിയെടുക്കണം. നല്ല ബലം കൊടുത്ത് ഉരുട്ടണം. അങ്ങനെ എല്ലാ ഗോതമ്പ് മാവും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറു ബോൾസുകളായി ഇവിടെ ഉരുട്ടിയെടുത്ത് ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക. അപ്പം വെള്ളമൊക്കെ വെച്ച് അത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇവിടെ ഇടുന്നത്. ആ ഉപ്പും കൂടെ അതിൽ കിടന്നൊന്ന് അലിഞ്ഞ് വരണം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ബോൾസ് ഇടുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുട്ടി വച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ബോൾസും ഇട്ട് കൊടുക്കുക. എല്ലാ ബോൾസും ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതിട്ട് കൊടുക്കാം. ഒരുമിച്ചങ്ങ് തട്ടിയാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും. ഗോതമ്പ് മാവായതുകൊണ്ട് തന്നെ ഇതിനൊരു ഒട്ടലുണ്ട്. നമ്മൾ ലൂസായിട്ടല്ലേ കുഴച്ചിരിക്കുന്നത്, അതുകൊണ്ടൊരു ചെറിയ ഒട്ടലും കാണാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കാം. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അടി പിടിക്കാതെ പതുക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി അവിടെ കിടന്ന് വേകട്ടെ, ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുട്ടിയ ഈ ബോൾസുകളെല്ലാം കുറേ കൂടി വലുതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നല്ല സെറ്റാകുന്നത്. അത് ഇനിയൊന്ന് തിളച്ച് വരുമ്പം നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പോൾ കൊഴുക്കട്ട റെഡിയാവും.
ഒന്നുകൂടി ഒന്ന് തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിടാതെ മധുരം ഇട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിക്കാം. ഞാനിവിടെ ഉപ്പാണ് ഇട്ടത്. ഇങ്ങനെ ഈ കൊഴുക്കട്ട തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാം. ഷുഗർ കഴിക്കാത്തവർക്കും എല്ലാവർക്കും കഴിക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഇത് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഈ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് കണ്ടോ, അതിൻ്റെ ആ ചാറെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇരുന്ന് തണുക്കുമ്പോൾ ഇത് കുറേ കൂടി ഒന്ന് വറ്റി വരും. അപ്പോൾ തീ ഓഫ് ചെയ്തു. ഇങ്ങനെ കുറേ സമയം ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഇത് നല്ല ഒരു ടെക്സ്ചറിൽ വരും. കണ്ടോ, നല്ല കുറുകിയ അതിൻ്റെ ചാറെല്ലാം നല്ല കുറുകിയിരിക്കുകയാണ്. ഈ ചാറും കൊഴുക്കട്ടയായിട്ട് വേണം കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കാൻ. മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കഴിക്കാം. അല്ലാത്തവരും ഇങ്ങനെ തന്നെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. ഞാനിവിടെ വിളമ്പുന്ന ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിളമ്പി കൊടുക്കാം. നല്ല സോഫ്റ്റായ കൊഴുക്കട്ടയാണ്.